എവരിവൺ, നമ്മളെല്ലാവരും ഫേസ് ചെയ്യുന്നൊരു പ്രശ്നമാണ് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് അല്ലേ. ഈ ഒരു വർഷം നമുക്ക് ഒരുപാട് സിറ്റുവേഷനിൽ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കേണ്ട ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ നോക്കിയാലോ. ഇവിടെ നമ്മളൊരു നമ്പർ എടുത്തിട്ടുണ്ട് 1764. ഈ ഒരു നമ്പറിൻ്റെ സ്ക്വയർ റൂട്ടാണ് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ നമ്പറിനെ 2 പാർട്സ് ആക്കി മാറ്റുന്നു. ഇത് ഫസ്റ്റ് പാർട്ട്, ഇത് സെക്കൻഡ് പാർട്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഫസ്റ്റ് എടുത്തിരിക്കുന്ന ഈ ഒരു ഭാഗത്തിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് ഏതാണെന്ന് നോക്കുക. ഇവിടുത്തെ ലാസ്റ്റ് ഡിജിറ്റ് 4 ആണ്. ഇനി നമുക്ക് അറിയുന്നൊരു കാര്യമാണ്, സ്ക്വയർ നമ്പേഴ്സിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് സ്ക്വയർ റൂട്ടിൻ്റെ അവസാനത്തെ ഡിജിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഇവിടെ നോക്കി, ഇവിടെ 1-ൽ എൻഡ് ചെയ്യുന്ന നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സ് എൻഡ് ചെയ്യുന്നത് 1-ൽ തന്നെയായിരിക്കും. അതായത് 11 സ്ക്വയറിൻ്റെ സ്ക്വയർ എൻഡ് ചെയ്യുന്നത് എത്രയിൽ തന്നെയാണ്, 1-ൽ തന്നെയാണ്. അതേപോലെ 9ൻ്റെ സ്ക്വയർ എൻഡ് ചെയ്യുന്നത് 1-ലാണ്, 19ൻ്റെ സ്ക്വയറും എൻഡ് ചെയ്യുന്നത് 1-ലാണ്. അങ്ങനെ നോക്കുവാണെങ്കിൽ ഇവിടെ നോക്കി 4-ൽ എൻഡ് ചെയ്യുന്ന എല്ലാ നമ്പേഴ്സിൻ്റെ സ്ക്വയർ റൂട്ട് എൻഡ് ചെയ്യുന്നത് 2-ലോ അല്ലെങ്കിൽ 8-ലോ ആയിരിക്കും. ഇവിടെ നോക്കി 2-ലാണെങ്കിൽ അതിൻ്റെ സ്ക്വയർ 4-ലായിരിക്കും, 8 സ്ക്വയർ ആണെങ്കിൽ അതിൻ്റെ സ്ക്വയർ 4-ലായിരിക്കും എൻഡ് ചെയ്യുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇവിടുത്തെ അവസാനത്തെ ഡിജിറ്റ് എന്ന് പറയുന്നത് 4 അല്ലേ. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ റൂട്ട് ഏതായിരിക്കും, ഒന്നുകിൽ 2-ൽ എൻഡ് ചെയ്യണം അല്ലെങ്കിൽ 8-ൽ എൻഡ് ചെയ്യണം. അപ്പോൾ അവസാനത്തെ ഡിജിറ്റ് നമുക്ക് കിട്ടി. ഇനി നമുക്ക് വേണ്ടത് ഫസ്റ്റ് ഡിജിറ്റ് ആണല്ലേ. ഇത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, ഈ നമ്പറിൻ്റെ ആദ്യത്തെ പാർട്ട് എടുക്കണം. ഇതിൻ്റെ നിയർ ബൈ ആയിട്ടുള്ള 2 സ്ക്വയർ നമ്പറുകൾ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ 17ൻ്റെ അടുത്തുള്ള 2 സ്ക്വയർ നമ്പറുകൾ ഏതൊക്കെയാണ്, 4 സ്ക്വയർ ആയ 16ഉം 5 സ്ക്വയർ ആയ 25. ഇതിലേതാ ചെറുത്, 4 സ്ക്വയർ അല്ലേ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡിജിറ്റ് വരുന്നത് 4. അപ്പോൾ ഇവിടെ വരെ എത്തി. ഇനി ഈ 2 നമ്പറിൽ ഏതോ ഒരാളാണ് നമ്മുടെ സ്ക്വയർ റൂട്ട്. അതെങ്ങനെ കണ്ടുപിടിക്കും, അതിനും ട്രിക്ക് ഉണ്ട്. ഈ 4 എടുക്കുക, ഈ 5 എടുക്കുക. 4 × 5 എത്രയാണ്, 20. 20യേക്കാളും ചെറുതാണ് നമ്മളുടെ ഫസ്റ്റ് പാർട്ട്. അപ്പോൾ ഈ കൂട്ടത്തിലെ ചെറിയ നമ്പറായ 42 ആണ് നമ്മുടെ നമ്പർ. സംശയം ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. 42 × 42 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 1764 എന്ന് പറയുന്ന നമ്പറാണ്. ഒരു നമ്പറൂടെ ചെയ്ത് നോക്കിയാലോ. ഓക്കെ, ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഈ 1521 എന്ന് പറയുന്ന നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിച്ച് നോക്കാം. ഇതാദ്യം ചെയ്യേണ്ടത് ഈ നമ്പറിനെ 2 പാർട്ടാക്കി മാറ്റണം. ഇതിൽ രണ്ടാമത്തെ പാർട്ടിൻ്റെ ലാസ്റ്റ് നമ്പർ നമ്മൾ എടുക്കണം. രണ്ടാമത്തെ പാർട്ടിൽ ലാസ്റ്റ് നമ്പർ എത്രയാണ്, 1 ആണ്. 1-ൽ എൻഡ് ചെയ്യുന്ന നമ്പേഴ്സിൻ്റെ സ്ക്വയർ എൻഡ് ചെയ്യുന്നത് 1-ലോ 9-ലോ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഒന്നുകിൽ 1-ൽ എൻഡ് ചെയ്യണം അല്ലെങ്കിൽ 9-ൽ എൻഡ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് നമ്പർ എങ്ങനെ കണ്ടുപിടിക്കും, 50ൻ്റെ അടുത്തുള്ള 2 സ്ക്വയറുകൾ, അതായത് 3 സ്ക്വയർ = 9, 4 സ്ക്വയർ = 16. ഇതിൽ ചെറുതാരാണ്, 3 സ്ക്വയർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, 3 എടുക്കും. 31 അല്ലെങ്കിൽ 39. ഇതിൽ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 × 4 ചെയ്യുക = 12. 12 ആണ് ചെറുത് അല്ലെ, 15 വലുതാണ്. അപ്പോൾ ഇതിൽ വലിയ ആളാരാണ്, 39 ആണ്. അപ്പോൾ ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എല്ലാ സ്ക്വയേഴ്സിൻ്റെയും സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, കോമ്പറ്റേറ്റീവ് എക്സാംസിന് ആക്യുറേഷൻ മാത്രമല്ല ടൈം മാനേജ്മെൻറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ടൈം മാനേജ്മെൻറ്റിൻ്റെ കൂടെ തന്നെ ആക്യുറസി കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഫാൽക്കൺ ബാച്ചിൽ പ്രത്യേകം ട്രെയിനിങ് തരുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, വേഗം തന്നെ ജോയിൻ ചെയ്യുക. ആരും തന്നെ ഈ ചാൻസ് മിസ് ചെയ്യരുത്.